സാർ, പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞു? പ്രൊഡ്യൂസറൊക്കെയാണ്. നമുക്ക് ഈ സ്റ്റോറി കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവന്നാൽ ബെറ്റർ ആക്കാം. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ്ട് 2016 കാലഘട്ടത്തിൽ അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു CI കൊല്ലപ്പെട്ടു. അന്ന് ഞങ്ങൾ പ്ലാന്റേഷനിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ സ്ക്രിപ്റ്റുമായിട്ടൊന്ന് ക്ലബ് ചെയ്ത് നോക്കിയാൽ ഈ കഥ കുറച്ചുകൂടി ബെറ്റർ ആവും. അയ്യമ്പുഴ സ്റ്റേഷൻ നോക്കാം. താൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതായതുകൊണ്ട് നടക്കും. ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്ക്. ഓക്കെ സാർ, നോക്കാം. ഹലോ, ജോയ് സാറേ. ആ തന്നെ സ്റ്റേഷനിലേക്ക് വരണ്ട. ഓഹോ, ആ ചെറിയുടെ അടുത്തുള്ള ടീ ഷോപ്പ് ഉണ്ടല്ലോ, ആ അവിടെ വന്നോ. ഓക്കെ സാർ. ആ ശരി. ലേറ്റായി സാറേ. ഇല്ലടാ, ഇരിക്കെ. ആദ്യം നമുക്കൊരു ചായ കുടിക്കാം. ആ ആയിക്കോട്ടെ. ചേച്ചേ, 2 ചായ, ഒന്ന് വിത്തോട്ട്. അപ്പോൾ ക്രൈം നമ്പർ 224/2016. അതെ ടൈഗർ അദ്ദേഹം നേരിട്ട് അന്വേഷിച്ച കേസാ. വെറുതെ തല വെച്ച് കൊടുക്കണോ? സാർ, ആക്ച്വലി ഇത് നല്ല ഡെപ്തുള്ള ഒരു ക്രൈം സ്റ്റോറിയാണ്. ബാബുരാജ് സാർ പറഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ വാല്യൂ മനസ്സിലായത്. സാർ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ആ, വഴിയുണ്ടാക്കാം. സാറ് വിചാരിച്ച നമുക്ക് ശരിയാക്കുന്നേ. ശ്രീത, ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമല്ല. കൃത്യം ചെയ്തിട്ടുള്ള വെപ്പൺ ഏതാണെന്ന് പോലും വ്യക്തമല്ല. പിന്നെ ആകെയുള്ളൊരു എവിഡൻസ് എന്ന് പറയുന്നത് കൃത്യസ്ഥലത്ത് ഒഴിച്ചു വെച്ച നിലയിൽ 2 ഗ്ലാസ് മദ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. മദ്യം സാർ, അപ്പോൾ അറിയാവുന്ന പ്രസൻസ് അവിടെ ഫീൽ ചെയ്തു. തീർച്ചയായും സാറേ, അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരെങ്കിലും സാറിന് പരിചയമുണ്ടോ? ഒരു റഹീം സാർ ഉണ്ടായിരുന്നു, SI കോടനാണ്ടായിരുന്നാ. ഓ, ഈ SI റഹീം സാർ ഇപ്പോൾ എവിടെ ഉണ്ട്? നേരത്തെ പള്ളിക്കര സ്റ്റേഷനിലുണ്ടായിരുന്നു, ഇപ്പം സ്പെഷ്യൽ കോഡില്ല. ഓ സാർ, ഈ SI റഹീം സാറിൻ്റെ നമ്പർ എനിക്കൊന്ന് തരണം. ഞാൻ പോയി കണ്ടോളാം. സാറൊന്ന് വിളിച്ച് പറഞ്ഞാൽ. അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. പിന്നെ ഈ CA ആളെങ്ങനെയായിരുന്നു സാറേ? CA എത്ര നല്ല പുള്ളിയല്ലാന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ പൊളിറ്റിക്കലി നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഓ, പിന്നെ സ്ത്രീ വിഷയത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. CI ആന്റണി സൈമൺ. ഹലോ, ആന്റണി സൈമൺ. ആ സാറേ, ഞാനാ ബേബി ജോൺ. എടോ, പരാതിയിൽ FIR ഇട്ടാൽ പുകലറിയാലോ, നോൺ വെയിലബിളാ. പിന്നെ പരാതിക്കാരോട് ഞാനൊരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാറേ. പെറ്റീഷണറെ കാണേണ്ട പോലെ ഞാൻ കണ്ടോളാം. അപ്പോൾ എങ്ങനെയാ സാറേ സാറിനെ? ആ, അത് കുഴപ്പമില്ല. ഒരാൾ രാവിലെ അങ്ങോട്ട് വരും. അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അത് നീ വേണ്ട പോലെയൊക്കെ അങ്ങോട്ട് ചെയ്. ഓക്കെ, താങ്ക് യു സാറേ. ആ, അപ്പം പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ.
താനെന്തോടെ ഇവിടെ? ഇവിടെ അടുത്തുവരെ വന്നതാ. ഇവിടെ അടുത്ത് എന്തിന്? ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ? എന്നാ കേരളോ? അന്ന് പോയ പിന്നെ തന്നെ കണ്ടില്ലല്ലോ. ഹലോ ആ എന്താ റഹീമേ പറ. സർ, നീർക്കോട് പാലത്തിന്റെ അവിടെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, സ്പോട്ടിലേക്ക് അല്ലേ, അവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. സർ, ഓക്കെ. ചുമ്മാ ഇരി. അതാണ് ദാസൻ. ഓ ഇതാണ് നമ്മുടെ മരിച്ചുപോയ CSR അല്ലേ? പുള്ളിക്കാരനോടെ കണ്ട ആരാണെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ പൊന്നു സാറേ, ഒരുപാട് കൊല്ലായില്ലേത്. അന്ന് സാറുമാരോട് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ദാസ് പേടിക്കണ്ട, ഇത് അങ്ങനെ ഒരു അന്വേഷണം അല്ല. അന്ന് ആന്റണി സാറിൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞത് ശരിയാ, ഉം. പക്ഷേ അവരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ പെൺകുട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ദാസേട്ടന് തോന്നിയോ? നാള് കുറേ ആയില്ലേ സാറേ, അതൊന്നും ഓർമ്മയില്ല. ഒന്ന് ശ്രമിച്ചു നോക്ക് ദാസ. ഇനി ഈ പെൺകുട്ടിയാണ് ആന്റണി സാറിനെ കൊന്നതെന്ന് തോന്നുന്നുണ്ടോ? അത് പിന്നെ ഞാൻ പറയണ എങ്ങനെ സാറേ? ദാസേട്ടൻ ആ പെൺകുട്ടിയിൽ എന്തേലും ഒരു പ്രത്യേകത കാണാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല സാറേ, എനിക്ക് ഓർമ്മയില്ല. എടോ സാധനം കിട്ടിയോ? ആ കിട്ടി സാറേ. ഏതാ? സ്കോച്ച സാറേ. എടോ തന്നാളെ ആ ബേബിജോന്റെ വീട് വരെ ഒന്ന് പോകണം. കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാറേ. ആ സാറേ ബാലൻസ്? ആ വെച്ചോ. ഇപ്പോഴോ സാറേ, ആ കൊച്ചിൻ്റെ കഴുത്തിലൂടെ ഒരു പാടുണ്ടായി. അത്യാവശ്യം വലിയൊരു പാടായിരുന്നു. ഓക്കെ ദാസേട്ടാ, താങ്ക്സ്. ഓക്കെ ഓക്കെ, ഒരു ഹോപ്പുണ്ടല്ലോ സാറേ. ഒരു ചാൻസ്. ആ റൈം സാറേ, എന്തായി നമ്മുടെ കാര്യങ്ങൾ എന്തായി? ഒന്നും ആയില്ല സാറേ. ആ പെൺകുട്ടിനെ കുറിച്ച് എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഒരറിവും കിട്ടില്ല. താൻ ഡൗൺ ആവല്ലേ? ഇതിപ്പോൾ കേസ് കഴിഞ്ഞിട്ട് 8-9 കൊല്ലായില്ലേ? ആ ദാസൻ പറഞ്ഞത് ഒരു പിടിവള്ളി കേട്ടോ സാർ. സലീം സർ. ആ ശ്രീത്. സാർ എന്തെങ്കിലും ഒരു ഹോപ്പ്? ഒരു രക്ഷയില്ല ശ്രീജിത്ത്. അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ആരും തന്നെ കണ്ടിട്ടില്ല. ആ ദാസൻ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു അടി പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഓക്കെ സാർ. എന്താ സാറേ? സിഗരറ്റ് ഉണ്ടോ? ആ ഉണ്ടല്ലോ. ഏതാ വേണ്ടേ? ഒരു പാക്കറ്റ് കിങ്സ്. എടാ മോനെ, നമ്മുടെ സാറിന് ഒരു പാക്കറ്റ് കിങ്സ് എടുത്ത് കൊടുത്തടാ. ഈ കയ്യിലെന്ത് പറ്റി? അതൊന്ന് പൊള്ളിയാ സാറേ. എന്നിട്ട് രാവിലെ കണ്ടില്ലല്ലോ. അത് ഉച്ചയ്ക്ക് പൊള്ളിയാന്നേ. ആ കൊച്ചിൻ്റെ കഴുത്തിലൂടെ ഒരു പാടുണ്ടായി. എന്താ സാറേ? ഒന്നുമില്ല. ഹലോ ശ്രീജിത്ത്. സാർ, ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കണ്ടെന്ന് പറയപ്പെടുന്ന ആ പാട്, അത് ജന്മന ഉള്ളതാവാൻ വഴിയില്ല. കാരണം അത് ആ കുട്ടിക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയതോ പരിക്ക് പറ്റിയതോ എന്തെങ്കിലും ആണെങ്കിൽ. ഗുഡ് ശ്രീജിത്ത്. അന്ന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ട് CSRനെ കാണാൻ പോയതാണെങ്കിലോ? അത് കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഫയൽ സ്റ്റേഷനിൽ കാണും.
ആ ശ്രീത്തെ പറഞ്ഞോടാ. ഹലോ ജോയ് സാറേ. സാറേ, പിന്നെ ആന്റണി സാറ് മരിക്കുന്നതിന് മുമ്പ് 354 പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. ആ 354 ഒരാളെടുത്ത കേസുകൾ മുഴുവനായിട്ട് വേണോ? അതെ സാറേ, അതെ. ഞാനിപ്പോൾ ഒരു ഡ്യൂട്ടിക്ക് പോകാനുള്ള തിരക്കിലാണല്ലോ, ഞാൻ എടുത്തു വെച്ചാൽ മതിയോ? ഓക്കെ ഓക്കെ സാറേ. ആ ഓക്കെ. എന്താ സാറേ? ഹലോ ദാസേട്ടാ. ഞാനിപ്പോൾ കുറച്ച് ലേഡീസിന്റെ ഫോട്ടോ ദാസേട്ടന് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അന്ന് സി ഐ സാറിനോട് ഉണ്ടായിരുന്നത് ഇതിലേതെങ്കിലും ലേഡിയാണോ എന്ന്? ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് പറയാമോ? ആ നോക്കാം സാറേ. സാറേ, ഈ അയച്ച ഫോട്ടോയിലൊന്നും ആ പെണ്ണില്ല സാറേ. എൻ്റെ ദാസേട്ടാ ഒന്ന് സൂക്ഷിച്ച് നോക്ക്. ഞാൻ ഇതിനകത്ത് ശരിക്കും നോക്കിയതാ സാറേ, അതിനകത്ത് ആ പെണ്ണില്ല. ഓക്കെ. ആ സാറേ, ഒരു ഫോട്ടോ ഇപ്പോഴാണ് സാറേ വന്നേ. ഈ പെണ്ണ് തന്നെയായിരുന്നു സാറിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ഏത്? ആ ലാസ്റ്റ് വെച്ച ഫോട്ടോ? അതെ സാറേ, അത് തന്നെ. ഓക്കെ ദാസേട്ടാ, ഞാൻ വിളിക്കാം. റഹീം സാർ, ഞാൻ ലാസ്റ്റ് അയച്ചു കൊടുത്ത ഫോട്ടോ ദാസേട്ടൻ കൺഫേം ചെയ്തിട്ടുണ്ട്. അതാണ് സാർ കൾപ്രറ്റ്. ഹേമ വാര്യർ, ഡോട്ടർ ഓഫ് മോഹനൻ വാര്യർ, മാമലശ്ശേരി വീട്, ആനപ്പാറ. എൻ്റെ കുട്ടി ഒരു പാവമായിരുന്നു സാറേ. എത്ര കുട്ടികളെ കല പഠിപ്പിച്ച കുട്ടിയായിരുന്നു അവള്. അവസാനം ഒരു കേസിൻ്റെ ആവശ്യത്തിനായി ആ സിയെ കാണാൻ പോയതാ. അയാൾ അവളെ ഒരു കാര്യം ഉറപ്പാ സാറേ, അയാളെ കൊന്നത് എൻ്റെ മകള് തന്നെയാ. അവള് തന്നെയാ അവനെ കൊന്നത്. നിങ്ങളുടെ മകളിപ്പോൾ എവിടെ ഉണ്ട്? ആ സംഭവത്തിന് ശേഷം അവൾ ഇവിടെ വന്നിട്ടേയില്ല. ഹലോ റഹീം സാർ. ശ്രീജിത്ത്, നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടി അതല്ല. വാട്ട്? യെസ്. സാർ എന്തായി പറയുന്നത്? നോ സാർ, ഞാനത് കൺഫേം ചെയ്തതാ. ആന്റണി സാർ മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഈ കുട്ടി മരണപ്പെട്ടു. സാർ, ഇറ്റ്സ് ഇംപോസിബിൾ. യെസ്. ഈ കുട്ടി മരിച്ചതിന് ശേഷമാണ് ആന്റണി സാർ മരണപ്പെട്ടത്. ഞാനാണ് ആ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടത്തിയത്. ആ സമയത്ത് ഒരു പത്രക്കട്ടിങ് ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എടുത്തു നോക്ക്. അയാളെ കൊന്നത് എൻ്റെ മകള് തന്നെയാ. എന്താ ഇവിടെ? ഞാനിവിടെ അമ്മയുമായിട്ട് സംസാരിച്ചു. അമ്മയൊക്കെ മരിച്ചിട്ട് വർഷം കുറേ ആയല്ലോ.
താൻ കഴിക്കുന്നില്ലേ? ആരാ ഇത്? ഇപ്പൊ വരാട്ടോ. ആ റഹീമേ. സാർ ഞങ്ങൾ സ്പോട്ടിലുണ്ട്. എങ്ങനെയാ റഹീമേ? എന്താ സംഭവം? മർഡറാണോ? അല്ല സാർ, സൂയിസൈഡാണ്. ഓക്കെ, ഞാനെന്തായാലും എത്തിയേക്കാം. ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻക്വസ്റ്റിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. സാർ ബോഡിയുടെ 2 ഫോട്ടോസ് ഞാൻ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ആണോ? ഓക്കെ ഞാൻ ചെക്ക് ചെയ്യാം.